വിജിലൻസ് ഡയറക്ടറാണ് ഇങ്ങനെ ഒരു നോട്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ താഴെ കുറിക്കുന്നത്. സാധാരണ അന്വേഷണ റിപ്പോർട്ടിൽ വിജിലൻസ് ഡയറക്ടർമാർ നോട്ട് കുറിക്കാറുണ്ട്. പക്ഷെ എപ്പോഴാണെന്നറിയാമോ? ഞങ്ങൾ അന്വേഷിച്ച് ഇതാ ഇന്നതൊക്കെ കണ്ടെത്തി. പക്ഷേ ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാകയാൽ അതിനോടൊപ്പം തന്നെ അതിനുള്ള പരിധി നിലവിലെ അന്വേഷണ ഏജൻസി എന്ന നിലയിൽ വിജിലൻസിന് ഇല്ലാത്തതിനാൽ മറ്റൊരു അന്വേഷണ ഏജൻസി, ഒരു പ്രയർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഷുഡ് കം ഓൺ ദിസ് മാറ്റർ എന്നാണ് പറയുക. പക്ഷേ ഈ വിജിലൻസ് ഡയറക്ടറിന്റെ നോട്ടിന്റെ തൊട്ടു മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വായിക്കണം. ആ റിപ്പോർട്ടുമായി താതാമ്യപ്പെടുന്ന സാമ്യമുള്ള റിപ്പോർട്ടാണ് നേരത്തെ ഹാഷ്മി തന്നെ വായിച്ചത്. ഒന്ന്, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് VD സതീശൻ MLA അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. ഒന്നാമത്തെ ആരോപണം പൊളിഞ്ഞേ. രണ്ടാമത്, അതിനുശേഷം അദ്ദേഹം സ്ഥലം വാങ്ങിയോ എന്നുള്ളതാണ്, അത് അന്വേഷിച്ചിട്ടില്ല. മൂന്ന്, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ള മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ് ശ്രീ VD സതീശൻ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല, അതായത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. അഴിമതി നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള ശ്രീ VD സതീശൻ സംസ്ഥാനത്തിന്റെ വിജിലൻസ് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്ന ആ പണം ഏതെങ്കിലും തരത്തിൽ ക്രമവിരുദ്ധമായി ചെലവാക്കി എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടില്ല. അതാണ് ആ റിപ്പോർട്ട്. പക്ഷെ എൻ്റെ ചോദ്യം അപ്പോഴും ഈ വിദേശത്ത് പോയി പണം പിരിക്കാനുള്ള അനുവാദം, പെർമിഷൻ പ്രതിപക്ഷ നേതാവിനുണ്ടോ എന്ന ചോദ്യം, ഒരു MLA ക്കുണ്ടോ എന്ന ചോദ്യം സാങ്കേതികമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അത് അന്വേഷിക്കണമെന്ന് വിജിലൻസ് പറയുന്നത്. അല്ല, അന്വേഷിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് അങ്ങനെ വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചോ എന്ന് അന്വേഷിക്കട്ടെന്നേ. ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്കൊന്ന് LDFന്റെ ക്യാമ്പിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആരോ ഉണ്ട് അവിടെ. ഞങ്ങൾക്ക് അനുകൂലമായി ജനം ചിന്തിക്കുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ നടത്തുന്നു, ഒരു പൊളിറ്റിക്കൽ വേട്ടയാടൽ നടത്തുന്നു എന്ന കണക്കിന് ജനത്തിന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അവിടെ നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P. ശശിയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോ ഒരാൾ UDF അടുത്ത തവണ അധികാരത്തിൽ വരണമെന്നും അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഊർജ്ജം കൂട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അയാളോട് ഏതായാലും ഹൃദയംഗമമായ നന്ദിയുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. വിജിലൻസ് മാത്രമല്ല ഹാഷ്മി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചത്. ഒന്ന്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഒരു ഹർജി വന്നു. ആ ഹർജി വെറുതെ തള്ളിക്കളയല്ല കേട്ടോ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി പ്രഥമ ദൃഷ്ട്യാ കേസ് നിൽക്കില്ല എന്നും ആ കേസ് എടുക്കാൻ പറ്റില്ല എന്നും കണ്ടുകൊണ്ടാണ് ആ ഹർജി ഒന്നാമത് തല്ലുന്നത്. അപ്പോൾ ആ ഡിവിഷൻ ബെഞ്ച് തള്ളിയതിനു ശേഷം ഇവർ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ചും തള്ളി. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് FIR ഇട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞതാണ്. രണ്ടാമതാണ്, FIR ഇടാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ സർക്കാരിന്റെ ശുപാർശ പ്രകാരം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ദ്രുതഗതിയിലുള്ള അന്വേഷണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് യാതൊന്നുമേ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടുള്ളത്. പക്ഷേ ലാവ്ലിൻ കേസിൽ അങ്ങനെയല്ല. ലാവ്ലിൻ കേസിൽ എങ്ങനെയാണ് CBIക്ക് വിടുന്നതെന്ന് ചോദിച്ചാൽ FIR ഉണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ FIR ഇല്ല, കുറ്റപത്രവുമില്ല. ഇനി ഇത് CBIക്ക് വിടുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഭയമില്ലെന്നേ. കാരണം ഇത് CBIക്ക് വിട്ടാൽ കേരളത്തിനപ്പുറത്തേക്ക് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരു മണ്ഡലത്തിൽ പ്രളയത്തിന്റെ ഭാഗമായി 25,000 വീടോളം നഷ്ടപ്പെട്ട്, കൂടും കുടുക്കയും നഷ്ടപ്പെട്ട്, ജീവനോപാധിയും നഷ്ടപ്പെട്ട് ഒരു ജനത നെഞ്ചത്തടിച്ച് കരയുന്ന സമയത്ത് അവിടുത്തെ ജനപ്രതിനിധി എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മുഴുവൻ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് CBIക്ക് കണ്ടെത്തേണ്ടതായി വരും. അതിനോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടും കൂടി ചേർത്ത് വായിക്കപ്പെടും. ഏത് ഇലക്ഷൻ സമയമാകുമ്പോൾ അതുവരെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കേസിന്റെ തൊപ്പും തൊങ്ങലും അടിച്ചു മാറ്റിയെടുത്തുകൊണ്ട് അതിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വൈര്യം തീർക്കാൻ വേണ്ടി ഒരു സർക്കാരിന് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുക എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. ഇനി FCRA നിയമലംഘനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആഡ് ചെയ്യാം. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മനപ്പാട്ട് ഫൗണ്ടേഷൻ മാത്രമല്ല കേട്ടോ, ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് അതിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഉണ്ട്. പുനർജനിയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് NGOs ഉണ്ട്. അവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയാണ് ആ മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ ആര് ചെയ്തത്, VD സതീശൻ ചെയ്തത്. അത് ചെയ്യാൻ ഇല്ലെന്നല്ലോ. ഇനി ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന മണപ്പാട്ടാവട്ടെ, അല്ലെങ്കിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു NGO ആവട്ടെ, അവരെല്ലാം FCRAക്ക് അതാത് വർഷം ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. അതാണ് ഈ രാജ്യത്തെ നിയമം. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പുനർജനി പദ്ധതി നടന്നതിന് ശേഷവും അതിനുശേഷം ഇപ്പുറത്ത് ഇങ്ങോട്ട് 2025 വരെയുള്ള എല്ലാ വർഷവും FCRAയുടെ മുമ്പിൽ, ബഹുമാനപ്പെട്ട FCRA ഡൽഹിയുടെ മുമ്പിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഈ ഏജൻസികളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും FCRAക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കണ്ടെത്താൻ സാധിച്ചിരുന്ന
ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന മണപ്പാട്ടിന്റെ FCRA പോകുമായിരുന്നു, ഈ പറയുന്ന ചിറ്റിൽപ്പള്ളി ഫൗണ്ടേഷന്റെ FCRA പോകുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ NGO-കൾ ഇതുമായി ബന്ധപ്പെട്ട് കോർഡിനേഷനിൽ പ്രവർത്തിച്ച NGO-കളുടെ FCRA നഷ്ടപ്പെടേണ്ടതായിരുന്നു. അതായത് FCRAക്ക് പോലും അങ്ങനെ ഒരു ടേക്കില്ല. ഇനി അങ്ങയുടെ ചോദ്യം അവിടെ പോയി പണം പിരിച്ചോ എന്ന് ചോദിച്ചാൽ VD സതീശൻ പണം പിരിച്ചിട്ടില്ല എന്നല്ല, പണം പിരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്തത് ഒരു കോർഡിനേറ്ററിന്റെ പ്രവർത്തനമാണ്. അതായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.